മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ്, രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ, ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി മറ്റു പ്രതികളെ വെറുതെ വിട്ടു. വിവരങ്ങളുമായി കെ ടി സ്വാലിഹ മലപ്പുറത്തുനിന്ന് ചേരുകയാണ്. സ്വാലി, ഈ കേസിൽ 3 പ്രതികൾ കുറ്റക്കാരെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 12ഓളം പേരെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയധികം പ്രതികളെ വെറുതെ വിടാനുണ്ടായ സാഹചര്യം എന്താണ്? ശിക്ഷാവിധി എപ്പോഴാണ് പ്രഖ്യാപിക്കുക? മനു, മറ്റന്നാളാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. ഇപ്പോൾ 3 പേരാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്ന് പോലീസ് പറയുന്ന 3 പേരും കുറ്റക്കാരാണെന്ന് കോടതിയിൽ തെളിയിക്കാനായി ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ്, രണ്ടാം പ്രതി ഇയാളുടെ മാനേജറായിരുന്ന അവിടെ നിന്ന് മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന ഷിഹാബുദ്ദീൻ, ആറാം പ്രതി നിഷാദാണ് ഈ മൃതദേഹം നശിപ്പിക്കുന്നതിന് സഹായങ്ങൾ ചെയ്തിരുന്നത്. ഇവർ 3 പേരും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 13 പ്രതികളാണ് വിചാരണ നേരിട്ടിരുന്നത്. 10 പേരെ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിയിക്കപ്പെട്ടത്. മൃതദേഹമോ അതിന്റെ അവശിഷ്ടങ്ങളോ കണ്ടെത്താനാവാത്ത കേസാണിത്. അതിൽ നരഹത്യ തെളിയിക്കാനായത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവാണെന്ന് പ്രോസിക്യൂട്ടർ എം കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്ന കേസാണ്. ഇത് മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കി വിടുകയായിരുന്നു. അതിനുശേഷം 2 പ്രളയം കഴിഞ്ഞാണ് ഈ കേസിലെ ഒരു അന്വേഷണം തന്നെ തുടങ്ങുന്നത്. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും കണ്ടെത്തിയിരുന്നില്ല. ഇയാളുടെ കാറിൽ നിന്ന്, ഷൈബിന്റെ കാറിൽ നിന്ന് ഒരു മുടി ഷാബാസ് ഷെരീഫിന്റേത് കണ്ടെത്തിയിരുന്നു. അത് DNA പരിശോധനയിൽ തെളിയിക്കാനായി. അതോടൊപ്പം തന്നെ ഈ മൈസൂരിൽ നിന്ന് ഇയാളെ കൊണ്ടുവന്ന ഷിഹാബുദ്ദീനെ ഷാബാസ് ഷെരീഫിന്റെ കുടുംബം തിരിച്ചറിഞ്ഞു. ഇതെല്ലാമാണ് ഈ കൊലപാതകം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണെങ്കിലും അത് തെളിയിക്കാൻ സാധിച്ചത്. മഞ്ചേരി അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് എം തുഷാറാണ് ഇന്ന് വിധി പറഞ്ഞത്. മനു, ശരി. സ്വാലിഹ വിവരങ്ങൾ മലപ്പുറത്ത് നിന്ന് നൽകിയത്.